ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ബീട്രൂട്ട് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യമേ തന്നെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവാള ചോപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 മീഡിയം സൈസ് ബീട്രൂട്ട് ഞാൻ ചോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ഒന്ന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുന്നതിന് വരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഇതിപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീട്രൂട്ട് തോരൻ തയ്യാറായി കഴിഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് ഇതിലേക്ക് അരപ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങ ജസ്റ്റ് ചിരകി ഒന്ന് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളർക്ക് ഇഷ്ടപ്പെടുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.